السلام ورحمة الله. എത്രാമത്തെ പേജ് എടുക്കാനുള്ളത്? 145. 145 يا صحيح. എവിടുന്നാ അത് ഏതുവരെ എടുത്തിരുന്നു കഴിഞ്ഞ ആഴ്ച? ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. പിന്നെ ഫമാ മഅനൽ മർഫൂഇന് അബ്ബാസ് പറയുന്ന ആ ഭാഗം. അബ്ബാസ് പറയുന്നുണ്ടല്ലോ ഫമാ മഅനൽ മർഫൂഇ. ഫമാ മഅനൽ മർഫൂഇ അതുവരെ എടുത്ത്. ഓക്കെ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. അൽ മുദർരിസു സഅശ്റഹു ലക്കും ഹാദദ് ദർസ മർറതൻ ഉഖ്റാ. സഅശ്റഹു ലക്കും, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. ശറഹ യശ്റഹു തശ്റഹു അശ്റഹു, ഞാന്. അപ്പൊ ഞാൻ അറിയുമ്പോ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഹാദദ് ദർസ, ഈ പാഠം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അത് ഉസ്താദ് നമ്മളെ ടെക്സ്റ്റിലില്ലല്ലോ, അത് ഫസ്റ്റിലല്ലേ ഉസ്താദ് പറയുന്നത്? അത് എന്റെ ടെക്സ്റ്റിലില്ലല്ലോ. എന്റെ ടെസ്റ്റ് എവിടുന്ന് വന്നതാ? അത് കഴിഞ്ഞു പോയതാ. ആ മുദരിസ് കഴിഞ്ഞ്, തുല്ലാബ് കഴിഞ്ഞ്, അബ്ബാസ് കഴിഞ്ഞ്, അടുത്ത മുദരിസാ സാറേ. അടുത്ത മുദരിസാ? അൽ മാർഫൂ ഹുവൽ ഇസ്മു, അവിടെ മുതലാ. അബ്ബാസുൻ അന ലമ്മ അഫ്ഹം, ഞാനും മനസ്സിലാക്കിയിട്ടില്ല. ഫഹിമ യഫ്ഹമു തഫ്ഹമു അഫ്ഹമു, ലമ്മ വരുമ്പോ അഫ്ഹം, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കുൽത്ത, ഉസ്താദേ നിങ്ങൾ പറഞ്ഞു. ഇന്നൽ മുബ്തദഅ വൽ ഖബറ മർഫൂആനി, മുബ്തദയും ഖബറും മർഫൂ ആണ് എന്ന് നിങ്ങൾ പറഞ്ഞു. ഫമാ മഅനൽ മർഫൂഇ, എന്താണ് ഈ മർഫൂഇന്റെ അർത്ഥം? എന്താ ഫമാ മഅനൽ മർഫൂഇ, മർഫൂഇന്റെ അർത്ഥം എന്താണ്? എന്തേക്കാരം മർഫൂ പറഞ്ഞതിന്റെ അവസാനം ഏതുണ്ടാവും? ലമ്മുണ്ടാവും, ലമ്മത്തുണ്ടാവും, ഏതുണ്ടാവും? ലമ്മുണ്ടാവും. എന്താ പറയാ? ലമ്മത്ത്. അതാ പറയുന്നത്.
അപ്പൊ അൽ മുദരിസു അധ്യാപകൻ പറയാണ് അൽ മർഫൂ മർഫൂ എന്ന് പറഞ്ഞാൽ ഹുവൽ ഇസ്മു അതെന്താണ്? ഇസ്മാണ്. ഇസ്മാണ്. അല്ലദി എങ്ങനെയുള്ള ഇസ്മ്? ഫീ ആഖിരിഹി അതിന്റെ അവസാനത്തിലുണ്ട് ലമ്മത്തുൻ ഏതുണ്ട്? അപ്പോ ഒരു ഇസ്മിന്റെ അവസാനത്തിൽ ലമ്മുണ്ടെങ്കിൽ ആ ലമ്മുള്ള ഇസ്മിനാണ് എന്തെന്ന് പറയുന്നത്? മർഫൂഉ. സൈദുൻ അംറുൻ ബക്കറുൻ ആമിറുൻ ബാസിറുൻ അബ്ബാസുൻ ബഷീറുൻ. ഇങ്ങനെ ലമ്മ് കാണുമ്പോഴാണ് അതെന്താണെന്ന് അറിയേണ്ടത്, മർഫൂ ആണെന്ന് അറിയേണ്ടത്. അൽ മർഫൂഉ മർഫൂഉ എന്ന് പറഞ്ഞാൽ ഹുവൽ ഇസ്മു അതൊരു ഇസ്മാണ്. അല്ലദി എങ്ങനെയുള്ള ഇസ്മ്? ഫീ ആഖിരിഹി ഈ ആ ഇസ്മിന്റെ അവസാനത്തതിലുണ്ട് എന്തുണ്ട്? ലമ്മത്തുൻ ലമ്മത്തുണ്ട്. ഉദാഹരണം അൽ മുദരിസു അൽ കിതാബു അൽ ബാബു അതിലൊക്കെ ലമ്മുണ്ട്. അൽ മുദരിസു പിന്നെ അൽ കിതാബു പിന്നെ അൽ ബാബു അതൊക്കെ മർഫൂആ. എന്താ തർക്കീബ്? അൽ മർഫൂഉ ആ പിന്നെ അതൊരു ഇസ്മു എന്നുള്ളതാണ്. ഏത്? ഏത്? അല്ലദി എങ്ങനെയുള്ള ഇസ്മ്? ആർക്കാനകത്ത്? ആർക്കാ അല്ലദി പറഞ്ഞ നേരത്ത്? ഇസ്മിനാണ് നകത്ത്. എങ്ങനത്തെ ഇസ്മ്? ഫീ ആഖിരിഹി സാറ് മ്യൂട്ടായി പോയി. മോട്ടോർ ഓണാണ് ഇനി, അപ്പൊ അത് പറയാനാ. എങ്ങനത്തെ ഇസ്മ്? ഫീ ആഖിരിഹി അതിന്റെ അവസാനത്തിലുണ്ട് ലമ്മത്തുൻ ലമ്മത്തുണ്ട്. എന്താ തർക്കീബ്? ഫീ ആഖിരിഹി ഫീ ഹർഫ് ആഖിരി അതോടുകൂടെ എന്തുവാണ്? ഖബർ മുഖദ്ദം. ലമ്മത്തുൻ ലമ്മത്തുണ്ട്. അതാണ് ഏത്? മുഅഖർ. അപ്പൊ അൽ അബ്ബാസ് പറയാം അൽ ആന ഫഹിംതു ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇപ്പൊ ലമ്മത്താന മർഫൂ പറഞ്ഞാൽ എന്തായി? എനിക്കെന്തായി? മനസ്സിലായി. എന്താ ലമ്മ മർഫൂ എന്ന് പറഞ്ഞാൽ? ആ ഇസ്മിന്റെ അവസാനം ഏതുണ്ടാവും? ലമ്മ് രണ്ട് നിലക്കും വരാം. അലിഫ്ലാം ഉണ്ടെങ്കിൽ തൻവീൻ ഉണ്ടാവൂല, അലിഫ്ലാം ഇല്ലെങ്കിൽ ഏതുണ്ടാവും? തൻവീന് ഉണ്ടാവും. അൽ മുദരിസ് പറഞ്ഞിടത്ത് ഏതില്ല? അല്ലില്ല. അപ്പൊ നമ്മൾ എങ്ങനെ വായിക്കുക? അതും മർഫൂ തന്നെ. പിന്നെ ആ തൻവീൻ എന്തുകൊണ്ട് ഒഴിവായതാണ്? ഏത് വന്നതുകൊണ്ട് ഒഴിവായത്? അലിഫ്ലാം വന്നതുകൊണ്ട് അബ്ബാസ് പറയാ അൽ ആന ഫഹിംതു ഇപ്പൊ ഞാൻ മനസ്സിലാക്കി. ഇവിടെ വരുന്ന അധിക ഫീലുകളും മുത്താദ്ദിയാണ്. കഴിഞ്ഞ ആഴ്ച പഠിച്ചിക്കണോ?
കഴിഞ്ഞ ആഴ്ച പഠിച്ചു. 2 സൈസ് ഫീലുണ്ട്. ഒന്ന് ലാസിമ്, മറ്റൊന്ന് മുതാദ്ദി. ലാസിമ് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഫെയിലും ഫായിലും. ഫീലും ഫായിലും. ഏത് ഉണ്ടാവൂല? ലാസിമാവുമ്പോ ഏതുണ്ടാവൂല? മഫ്ഊല് ബി ഉണ്ടാവും. മഫ്ഊലും ബി ഉണ്ടാവൂല. ഫായില് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ പിന്നെ മുതാദ്ദി ആണെങ്കിൽ അതിന് എന്തൊക്കെ ഉണ്ടാവും? ഫായിലും ഉണ്ടാകും, മഫ്ഊലും ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചാണ്. കഴിഞ്ഞ ആഴ്ച കുറെ ആളുകൾ ആ ക്ലാസ്സിനില്ല. കാര്യമായിട്ടുള്ള നിയമങ്ങൾ പഠിപ്പിക്കണത് അതിലാണ്, തഖ്വീമുൽ ലിസാനില. ഓരോ പിന്നെ ഫായിൽ എന്താണ്, മഫ്ഊൽ എന്താണ്, മഫ്ഊല് മുത്ലഖ് എന്താണ്, മഫ്ഊല് മഅ എന്താണ്, മഫ്ഊല് മഅ എന്താണ്, മഫ്ഊല് ഫീ എന്താണ്, ഇതൊക്കെ ക്ലിയർ ആയി പഠിപ്പിക്കുന്നത് ഇതിലാണ്, തഖ്വീമുൽ ലിസാനില. ഇയാള് ഉദാഹരണത്തിൽ കൂടെയാണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹം അങ്ങനെയല്ല, നിയമങ്ങളും പറയും, ആ നിയമം അടങ്ങിയ ഖുർആന്റെ ആയത്തും കൊണ്ടുവരും. അപ്പോ ആ തഖ്വീമുൽ ലിസാൻ പഠിച്ചു കഴിയുമ്പോഴേക്ക് ഇതും കൂടി ശ്രദ്ധിച്ചു പോയാൽ നല്ലൊരു നിലയിലെത്താം, താല്പര്യമുള്ളവർക്ക്. അൽ മുദരിസു, അധ്യാപകൻ പറയാ, അമ്മൽ ജുംലത്തുൽ ഫിഇലിയതു. അപ്പോൾ ഫീലിയായ ജുംല എന്ന് പറഞ്ഞാൽ എന്താ? ഫഹിയ, ആ ജുംലത്തുൻ ഫിഇലിയ എന്ന് പറഞ്ഞാൽ അൽ ജുംലത്തു, അതെന്താണ്? ജുംലയാണ്. അല്ലത്തി, എങ്ങനത്തെ ജുംല? അവ്വലുഹാ, ആ ജുംലയുടെ തുടക്കം ഫിഇലുൻ, ഏതാണ്? ഫീലൈക്കാരം. തുടക്കത്തിൽ ഫീൽ ഉണ്ടെങ്കിൽ ജുംല ഫീലിയാണ്. ഉദാഹരണം, ദഖലൽ മുദരിസു ഖാലൽ മുദീറു യക്തുബു ത്വാലിബു. കണ്ടോ? ഒക്കെ തുടങ്ങിയിരിക്കുന്നത് ദഖല ഫീല്, ഖാല ഫീല്, യക്തുബു ഫീല്. അപ്പൊ ജുംല ഫീലി എന്ന് പറഞ്ഞാൽ എന്താ? സെന്റൻസിന്റെ പിന്നെ എന്തുകൊണ്ടേക്കാരം? ഫീലുകൊണ്ടേക്കാരം. ഫീലുണ്ട്. കണ്ടോ? ദഖല ലാസിമ ഫായിലാവുള്ളൂ, ഏതുണ്ടാവൂല? മഫ്ഊലും ബി ഉണ്ടാവൂല. ലാസിമ മഫ്ഊലും ബി ഉണ്ടാവൂല. യക്തുബു മുതഅദ്ദിയാണ്, അതിന് ഏതുണ്ടാകാം? മഫ്ഊലും ബി ഉണ്ടാകാം. യക്തുബു താലിബു ദർസ എന്ന് പറയാം. പിന്നെ എന്താ തർക്കീബ്? അമ്മൽ ജുംലത്തുൽ ഫിഇലിയതു, അപ്പോൾ ഫിഇലിയായ ജുംല. അമ്മ, ഞാൻ പറഞ്ഞത് തഫ്സീല്. തഫ്സീല് പറഞ്ഞ വിശദീകരണം. അൽ ജുംലത്തു എന്താ? മുബ്തദ. അൽ ഫിഇലിയത്തു, ഫീലിയായ ജുംല എന്താ? ഫഹിയൽ ജുംലത്തു, അതൊരു ജുംലയാണ്. ഫഹിയ രണ്ടാം മുബ്തദയാക്ക, അൽ ജുംലത്തു എന്നുള്ളത് ആരെ ഖബറാക്ക? അപ്പൊ ഞാൻ ആർക്ക് ഖബർ വേണം? ജുംലത്തുൽ ഫിഇലിയക്ക് ഖബർ വേണം. അപ്പൊ അതാ ഖബർ ഏതേക്കാരം? യും ജുംലത്തുൻ എന്ന് പറഞ്ഞ ഖബറും കൂടിയതായിരിക്കും അതിന്റെ ജുംല, അതിന്റെ ഖബർ. അപ്പൊ ഫിഇലിയത്തു, അപ്പോൾ ഫിഇലിയായ ജുംല എന്ന് പറയുന്നത് ഫഹിയൽ ജുംലത്തു, അതേതാണ്? ഒരു ജുംലയാണ്. അല്ലത്തി, എങ്ങനത്തെ ജുംല? അവ്വലുഹാ, അതിന്റെ തുടക്കം ഫിഇലുൻ, ഏതേക്കാരം?
അപ്പൊ ജുംല ഇസ്മി പറഞ്ഞ എന്താ? ഇസ്മു കൊണ്ട് തുടങ്ങും. ജുംല ഫീലി പറഞ്ഞ എന്തുകൊണ്ട് തുടങ്ങും? ഫീല് കൊണ്ട് തുടങ്ങും. അവലുഹ അതിന്റെ തുടക്കം ഫിഇലുൻ ഫിഇലാണ്. ശരി. അല്ലത്തി എഴുത്ത് മൗസൂല. അവലുഹ അവലു എന്താണ്? എന്ത് ലർഫാൻ പറഞ്ഞോളെ ഒക്കെ മുബ്തദാ പ്ലസ് മുളാഫ്. മുബ്തദയാണ്. പിന്നെ എന്തുവാണ്? മുളാഫ്. ഹാ മുളാഫുൻ ഇലൈഹി. ഫിഇലുൻ ഫിഇലാണ്. അതാണ് ദഖലൽ മുദരിസു ഖാമൽ മുദീറു യക്തുബു ത്വാലിബു. എന്നിട്ട് ഇയാൾ പറയുന്നുണ്ടോ? ഫഫി കുല്ലി ജുംലത്തിൻ മിൻ ഹാദിഹിൽ ജുമലി. ഈ ജുംലകളിൽപ്പെട്ട എല്ലാ ജുംലകളിലുമുണ്ട്. എന്താ അർത്ഥം? ഈ ജുംലകളിൽപ്പെട്ട എല്ലാ ജുംലകളിലുമുണ്ട്. എല്ലാ ജുംലയിലുമുണ്ട്. മിൻ ഹാദിഹിൽ ജുമലി. ഏതിൽ നിന്ന്? ഈ ജുംലകളിൽ നിന്നുള്ള എല്ലാ ജുംലകളിലുമുണ്ട്. എന്തുണ്ട്? കലിമത്താനി. രണ്ട് പദങ്ങളുണ്ട്. അൽ കലിമത്തുൽ ഊല. അതിലെ ഒന്നാമത്തെ പദം ഫിഇലുൻ. ഏതാണ്? ദഖല, ഖാല, യക്തുബു ഒക്കെ ഏതാണ്? ഫീലാണ്. എന്നാൽ വൽ കലിമത്തു സാനിയത്തു രണ്ടാമത് വരുന്ന പദം മുദരിസ്, മുദീർ, ത്വാലിബ് അത് ഇസ്മുൻ. അതേതാണ്? ഇസ്മാണ്. വഹാദൽ ഇസ്മു ഈ ഇസ്മ് അല്ലദി എങ്ങനത്തെ ഇസ്മ്? യഅതി അത് വരും ബഅദൽ ഫിഇലി ഇതിന്റെ ശേഷം ശേഷം വരുന്ന ആ ഇസ്മ് ഇസ്മുഹു അതിന്റെ പേര് അൽ ഫാഇലു. എന്താ പേര് പറയാ? ഫാഇല്. അപ്പൊ ദഖല ഫീൽ മാദി അൽ മുദരിസു ഫാഇലുമാണ് മർഫൂഉ ഇകാരം. അതാണ് ഇയാൾ പറയണേ ഫഫി കുല്ലി ജുംലത്തിൻ എല്ലാ ജുംലയിലുമുണ്ട്. മിൻ ഹാദിൽ ജുമലി ഏതിൽ നിന്ന്? ഈ ജുംലകളിൽപ്പെട്ട ജുംലത്ത് എന്നുള്ളതിന്റെ ബഹുവചനാണ് ഏത്? ജുംല. ജുംലത്ത് എന്നുള്ളതിന്റെ ബഹുവചനാണ് ഏത്? ജുമല്. ജുംലത്ത് സെന്റൻസ്, ജുമല് സെന്റൻസുകൾ ബഹുവചന. അപ്പൊ അതാ പറയുന്നത് ഫീ കുല്ലി ജുംലത്തിൻ എല്ലാ ജുംലയിലുമുണ്ട്. മിൻ ഹാദിഹിൽ ജുമലി ഈ ജുംലകളിൽപ്പെട്ട എല്ലാ ജുംലയിലുമുണ്ട്. ഏതാ ജുംല? ദഖലൽ മുദരിസു, പിന്നെ ഖാലൽ മുദീറു, പിന്നെ യക്തുബുൽ മുദരിസാലിബു. ഇതിലൊക്കെ ഉണ്ട് കലിമത്താനി. എത്ര പദം? രണ്ട് പദങ്ങൾ. അൽ കലിമത്തുൽ ഊല ഒന്നാമത്തെ പദം ഫിഇലുൻ. ഏതാണ്? ഫീലാണ്. വൽ കലിമത്തു സാനിയ അത് പറഞ്ഞാൽ ദഖലൽ മുദരിസു പറഞ്ഞോടത്ത് ദഖല ഫീലാണ്. ഖാലൽ മുദീറു പറഞ്ഞോടത്ത് ഏത് ഫീലാണ്? ഖാല. യക്തുബുൽ മുദരിസു പറഞ്ഞോടത്ത് ഏത് ഫീലാണ്? യക്തുബു. കലിമത്തുൽ ഊല ഒന്നാമത്തെ പദം ഫീലാണ്. വൽ കലിമത്തു സാനിയത്തു രണ്ടാമത്തെ പദം ഇസ്മുൻ. അതേതാണ്? ഇസ്മാണ്. എന്നിട്ട് ഇയാൾ വഹാദൽ ഇസ്മു ഈ ഇസ്മ് അല്ലദി എങ്ങനെയുള്ള ഇസ്മ്? യഅതി അതെന്താക്കും? വരും. അതാ യഅതി വരും. ബഅദൽ ഫീലി ഇതിന്റെ ശേഷം ഫീലിന്റെ ശേഷം
വരുന്ന ആ ഇസ്മ അർത്ഥം പൂർത്തിയാക്കണോ അല്ലേ? ഇല്ല. ഇസ്മുഹു ആ ഇസ്മിന്റെ പേര് ഫായിലാണ്. അപ്പൊ ദഖലന്റെ ശേഷം വന്നാൽ മുദരിസൂന് എന്താ പേര് പറയാ? ഫായില്. ഖാലിന്റെ ശേഷം വന്ന മുദീർ പറഞ്ഞ ഇസ്മിന് എന്താ പേര് പറയാ? ഫായില്. യക്തുബ് പറഞ്ഞ ഫീലിന്റെ ശേഷം വന്ന താലിബിന് എന്താ പേര് പറയാ? ഫായില്. അതാ വഹാദൽ ഇസ്മു ഈ ഇസ്മ അല്ലദി എങ്ങനെയുള്ള ഇസ്മ യഅതി അത് വരും ബഅദൽ ഫിഇലി ഇതിന്റെ ശേഷം അപ്പൊ എന്തായ അർത്ഥം? ഫിഇലിന്റെ ശേഷം വരുന്ന ഇസ്മ ഇസ്മുഹു ആ ഇസ്മിന്റെ പേര് അൽ ഫായിലാണ്. ഫായില് അൽ ഫാഇലു ഫായിലായി വരുന്ന സാധനം മർഫൂഉൻ അതെന്തൈകാരം? മുബ്തദി ഖബറും മർഫൂ ആകണ മാതിരി ഫായിലായി വന്ന സാധനം ഏതൈകാരം? മർഫൂആവും. മഫ്ഊൽ എന്താ ഇറാബ്? മൻസൂബ്. അഫഹിംതും നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് ആ ജുംലന്റെ തർക്കീബുകൾ എങ്ങനെ വരിക? ഫഫീ കുല്ലി ജുംലത്തിൻ എല്ലാ ജുംലയിലുമുണ്ട് മിൻ ഹാദിഹിൽ ജുമലി ഈ ജുംലകളിൽപ്പെട്ട എല്ലാ ജുംലയിലുമുണ്ട് കലിമത്താനി എന്തുണ്ട്? എന്താണ് തർക്കീബ്? ഫീ അർഫ് കുല്ലി അതോടുകൂടെ അവിടെ ഏതുണ്ട്? ഈ ജുംലകളിൽ പെട്ട എല്ലാ ജുംലയിലുമുണ്ട്. മിന്നർഫെ അൽ ജുമലി ബദല് എന്തുണ്ട്? കലിമത്താനി പദങ്ങളുണ്ട്. എന്താ കലിമത്താനിന്റെ തർക്കീബ്? ദുവലാണ്. മുഖറാണ് മർഫൂബിലാണ്. അൽ കലിമത്തു ഒന്നാമത്തെ പദം ഫിഇലുൻ ഫിഇലാണ്. അൽ കലിമത്തു മുബ്തദ. അൽ ഊല എങ്ങനെയുള്ള ഒന്നാമത്തെ? ഒന്നാമത്തെ ഫീൽ എനിക്ക് അർത്ഥം കിട്ടിയോ? നേരത്തെ അൽ കലിമത്തു പദം എങ്ങനത്തെ പദം? അൽ ഊല ഒന്നാമത്തെ പദം. ഫിഇലുൻ ഏതാണ്? എന്താ കലിമത്തുൽ അവ്വൽ പറയാത്ത? എന്താ കലിമത്ത് സ്പെല്ലിംഗ് ആയതുകൊണ്ട്. കലിമത്തു എന്നുള്ളത് ഏതാണ്? മുഅന്നസാണ്. മുഅന്നസിന് അവ്വല് എന്നല്ല വരിക, ഊലാന്നാ വരിക. ആണാണെങ്കിലാണ് ഏത് വരിക? അവ്വല്. നമ്മൾ പഠിച്ചിക്കണേ. എന്നാൽ വൽ കലിമത്തു സാനിയത്തു രണ്ടാമത്തെ പദം ഇസ്മുൻ അത് ഇസ്മാണ്. അൽ കലിമത്തു നോക്കോളി. ഖബർ ഏതാ? ഇവിടെ സെന്റൻസിന്റെ ഖബർ എവിടെ നിങ്ങൾ തന്നെ പറയണം. വഹാദൽ ഇസ്മു ഈ ഇസ്മ ഹാദാ മുബ്തദ. അൽ ഇസ്മു
ബദല്. അല്ലദീ എങ്ങനത്തെ ഇസ്മ്? നേരത്തെ മൗസൂലിയാണ്. പിന്നെ എന്തുവാണ്? നേരത്താണ്. ആ ഇസ്മ് യഅ്തി അല്ലദീ എങ്ങനത്തെ ഇസ്മ്? യഅ്തി അത് വരും. എന്തൊക്കെയുണ്ട്? ഫിഇലിന്റെ ശേഷം വരും. അങ്ങനത്തെ ആ ഇസ്മ് ബഅദ മുളാഫ് ഫിഇലി ഇസ്മുഹു ആ ഇസ്മിന്റെ പേര് അൽ ഫായിലു ഫായിലി എന്നാണ്. എന്താണ്? എന്നാണ്. ആ ഇസ്മുഹു ന്റെ പേര് അതെന്താണ്? അവിടെ കിടക്കുന്നുണ്ട്. എവിടെ? അതാ അതിന്റെ ഖബർ വന്നിട്ടില്ല. അത് ഒന്നാം മുബ്തദയാണ്. ഇസ്മു എന്നുള്ളത് എത്ര മുബ്തദ? രണ്ടാമത്തെ. ഇസ്മുഹു അതിന്റെ പേര് അൽ ഫായിലു ഫായിലി ഫായിലാണ്. അതാണ് ഏത്? ഇസ്മിന്റെ ആ മുബ്തദ ഇസ്മു അറിയണ മുബ്തദയും ഫായില് എന്ന് പറഞ്ഞ ഖബറും കൂടിയതാണ്. ആരാ ഖബറ്? ഖബർ അവിടെ പൂർത്തിയാണ്. അതുവരെ പൂർത്തിയായിട്ടില്ല. ഇസ്മുഹു അൽ ഫായിലു പറഞ്ഞിടത്താ പൂർത്തിയാകുന്നത്. ആ അൽ ഫായിലു ഫായില് മർഫൂഉൻ അത് മർഫൂആണ്. അൽ ഫായിലു മുബ്തദ മർഫൂഉൻ ഖബർ. അഫഹിംതും നിങ്ങൾക്ക് മനസ്സിലായോ? മുബ്തദയല്ലേ? അല്ല, ഫീലുമാണ്. ആരാ ഫീല്? ഫഹിംതും ഹംസ ഇസ്തിഫാമാട്ടോ. അത്തുല്ലാബു അപ്പൊ കുട്ടികൾ മറുപടി പറഞ്ഞു, വിദ്യാർത്ഥികൾ പറഞ്ഞു നഅം അതെ. എന്താ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ മനസ്സിലാക്കി. വൽഹംദുലില്ലാഹ് അത് മനസ്സിലായി. അല്ലാഹ്ക്കാണ് സർവസ്തുതിയും. ഫഹിംനാനിൽ എന്തൊക്കെയുണ്ട്? ഫീലുണ്ട്, ഫായിലുണ്ട്. അലിയുൻ. ഇനി അലി ഒരു ചോദ്യം ചോദിക്കാം അതിനോട്. യാ ഉസ്താദു. എന്താ ഉസ്താദേ? ഉസ്താദ് നിങ്ങൾ എന്ത് ചെയ്തിരുന്നു? പറഞ്ഞു. ഖബില യൗമൈനി എപ്പോ? 2 ദിവസം മുമ്പ് നിങ്ങൾ പറഞ്ഞിനി. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇന്നൽ കലിമത തീർച്ചയായും കലിമത്ത് സലാസത്തു അഖ്സാമിൻ എത്ര വരിക? 3 കലിമത്ത് അറിയണത് 3 ഓഹരിയാണ് നിങ്ങൾ പറഞ്ഞിരുന്നു. മാഹിയ ഏതൊക്കെയാണ് ആ 3 എണ്ണം? ആ 3 എണ്ണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? മറന്നുപോയി. നസീതു ഞാൻ മറന്നു. ഹാ അതിനെ എന്തൊക്കെയുണ്ട്? മഫൂല്. അപ്പൊ അറിയണ ഫീല് എന്താണ്? എന്താണ്? മുബ്തദ. എന്താ പേര് പറഞ്ഞില്ലേ? മുതഅദ്ദി. മുൽതദ്ദി അല്ല, ചമ്മി അല്ല. മുതഅദ്ദി പറഞ്ഞാട്ടെ. എങ്ങനെ വീട്? ആ മുതഅദ്ദി. ഏതേനി ആ കലിമത്ത് 3 എണ്ണം? ഏതാ പഠിച്ച കലിമത്ത്? ഏതാ 3 എണ്ണം?
ഫീല് ഇസ്മ ഹർഫ്. ഉള്ള ചിന്ത ഓരോന്ന്. മിസാൽ ആദ്യം പഠിച്ച പാടാതാ. കെലിമത്ത് 3 സൈസാണ്. ഇസ്മ, ഫീല്, ഹർഫ്. യാ ഉസ്താദ്, ഉസ്താദെ, യാ ഹർഫേ. നിദ. ഉസ്താദോ. മുനാദ. ഉസ്താദെ നിങ്ങൾ പറഞ്ഞു. എന്തൊക്കെയുണ്ട്? കാലകാല കാലു. പിന്നെ ഉസ്താദെ ഞങ്ങൾ പറഞ്ഞു. കപില യൗമ, ഈ 2 ദിവസം. കപില ഇനി ഈ മജ്റൂറിൽ എന്താ നിങ്ങള് പറഞ്ഞത്? ഇന്നൽ കലിമത്ത, തീർച്ചയായും കലിമത്ത് 3 അഖ്സാമിൻ, 3 ഇനങ്ങളാണ്. ഇന്നർഫേ കലിമത്ത ഇസ്മു ഇന്ന പ്ലസ് അഖ്സാമിൻ മജ്റൂറുൻ ബിൽ അലിഫ്. മജ്റൂറുൻ ബിൽ കസ്റത്തി. കസ്റത്തി. എന്തിനാണ് സലാത്തത്ത് എന്ന് പറഞ്ഞ? എന്തുകൊണ്ടാ സലാത്തത്ത് എന്ന് പറഞ്ഞേ? അതെന്താ സാധനം? മുദക്കർ. അപ്പൊ മഅദൂദ് മുദക്കറാണെങ്കിൽ എന്താക്കണം? അതതിനെ മാഹിയ. ഏതൊക്കെയാണ് ആ 3? അക്സാം എന്നുള്ളതിന്റെ സാർ, അക്സാം എന്നുള്ളതിന്റെ ഏകവചനം ഇസ്മ്, അക്സാം. നസീത്ത് പറഞ്ഞിൽ എന്തൊക്കെയുണ്ട്? പിന്നെ അൽ മുദരിസു. അപ്പൊ അധ്യാപകൻ പറയാണ്, മൻ യഅരിഫു ഹാദാ. ആർക്കാ അതറിയാ? മൻ, ആരാണ്? യഅരിഫു, അവൻ അറിയും. ഹാദാ, ഈ കാര്യം. ഏ കാര്യം? അറിയണവൻ ആരാ? മൻ, ആരാണ്? യഅരിഫു, അവൻ അറിയും. ഹാദാ, ഈ കാര്യം അറിയണവൻ ആരാ? അപ്പോ ഹാഷിമു പറഞ്ഞു, അന. ഞാൻ പറയാം, എനിക്കറിയാം. അനാന്ന് എന്താർത്ഥം? ഞാൻ എനിക്കറിയാം പറയാ. അഖ്സാമുൽ കലിമത്തി, കലിമത്തിന്റെ ഇനങ്ങൾ. അൽ ഇസ്മു, ഇസ്മാണ്. പിന്നെ രണ്ടാമത്തത് ഏതാണ്? ഫീലാണ്. വൽ ഹർഫു, മൂന്നാമത്തത് ഏതാണ്? തഖ്വീമുൽ ലിസാനിൽ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്മ എന്താണ്, ഫീൽ എന്താണ്, ഹർഫ് എന്താണ് എന്നൊക്കെ ഇതിന്റെ ആദ്യം പഠിപ്പിച്ചിട്ടുണ്ട്. തഖ്വീമുൽ ലിസാൻ ഒന്നും കൂടി വിശദമായി പറഞ്ഞു. ശരി, എന്താ തർക്കീബ്? അഖ്സാമുൽ കലിമത്തി, കലിമത്തിന്റെ ഇനങ്ങൾ. അഖ്സാമു പിന്നെ കലിമത്തി മജ്റൂറുൻ ബിൽ കസ്റത്തി. അൽ ഇസ്മു, ഒന്ന് ഇസ്മാണ്. എന്താ?
ഖബർ ഏതിന്റെ ഖബർ? അഖ്സാമു എന്നുള്ളത്. വൽ ഫീലു ഫീലുമാണ്. വാവേ അത്തുഫ് ഫീലോ അഅ്തൂഫ് മാതൂഫ് അലൈഹി. ഇസ്മു വൽ ഹർഫു ഹർഫുമാണ്. അതും ഏതന്നെ? അത്തുഫ് മഅ്തൂഫ്. അൽ മുദരിസു. അപ്പൊ അധ്യാപകൻ പറയാണ്, എന്നാൽ ഹാത്തി നീ കൊണ്ടുവാ, മിസാലൻ എന്തിനെ കൊണ്ടുവാ? ലികുല്ലി വാഹിദിൻ മിൻഹാ ആ കലിമത്തുകളിൽപ്പെട്ട എല്ലാ ഓരോന്നിനും ഉദാഹരണം നീ കൊണ്ടുവാ. യാ അംറോ അംറേ അംറേ കലിമത്തിന്റെ 3 ഉദാഹരണങ്ങൾക്ക് നീ എന്താക്ക്? ഉദാഹരണം കൊണ്ടുവാ. ആ തീ നീ എന്താക്ക്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആത്തി എന്നുള്ള ഫീലിന് മാലി ഇല്ല, പിന്നെ ഏതുമില്ല, ഏത് മാത്രം ഉപയോഗമുള്ളൂ? മാത്രം. ആണാണെങ്കിൽ ഹാത്തി, പെണ്ണാണെങ്കിൽ ഹാത്തി. ആ ഹാത്തി നീ കൊണ്ടുവാ. എന്തൊക്കെ ഉണ്ട് അതില്? ഉദാഹരണം കൊണ്ടുവാ. എന്താ? ലികുല്ലി വാഹിദിൻ എല്ലാ ഓരോന്നിനും. ലാമർഫേ മജ്റൂർ പ്ലസ് മിൻഹാ ആ കലിമത്തിൽ നിന്ന്. എന്തൊക്കെ? അപ്പോ അംറ് പറഞ്ഞു കൊടുക്കാണ്. നമ്മൾ പറഞ്ഞു ഉമറും അംറും വേർതിരിയാനാണ് അംറിൽ ഏതിനെ കൊടുക്കണത്? വാവിനെ കൊടുക്കണം. അവിടെ വാവില്ലെങ്കിൽ നമുക്ക് എങ്ങനെയും വായിക്കാം. അർക്കത്ത് ഇട്ടിട്ടില്ലെങ്കിൽ ഉമറു വായിക്കാം. ആ പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തേ നിങ്ങൾ എന്തിന് ഇസ്മിന്റെ നിർവചനം എന്താ? തഖ്വീമുൽ ലിസാൻ പഠിച്ചിരുന്നേ. ഇസ്മിന്റെ നിർവചനം എന്തായിരുന്നു തഖ്വീമുൽ ലിസാനിൽ പഠിച്ചത്? തഖ്വീമുൽ ലിസാനിലല്ല, ഇതിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് തുടക്കത്തില്. എന്തിനാ ഇസ്മ അറിയണത്? എന്താ പറഞ്ഞോളി. പറഞ്ഞോളി മക്കൾ, എന്താണ് ഇസ്മ പറഞ്ഞ? കാലങ്ങളുടെ പേരിൽ അറിയിക്കപ്പെടാം. ബിൽഡിങ്ങിന് 10-25 കൊല്ലയിക്കണ്. ആൾക്ക് ഒന്നുകൊണ്ട് നീ പേര് വെച്ചു. ഫോട്ടോ കണ്ടില്ല? നേരെ മേലെ വാർപ്പ അജ്ജാതി കാലത്തിന്റെ പറഞ്ഞേ ഈ വാർപ്പൊക്കെ പൊട്ടി മുകുന്റെ തലയിൽ കൂടെ. ഇസ്മ എന്ന് പറഞ്ഞാൽ ആമില് വ്യത്യാസം അതാണ്. അയ്വാ എന്തൊക്കെ നിർവചനങ്ങളാ പഠിച്ചോനെ. പേര് വെക്കപ്പെട്ട സാധനത്തിന്റെ പേര്. ആ പേരൊക്കെ ആകാം. സാധനത്തിന്റെ പേര്, ആളുകളെ പേര്, വസ്തുവിന്റെ പേര്, പേരാകാം, നിർജീവികളുടെ പേരാകാം. അല്ല നിങ്ങൾക്ക് വന്ന ആരണബുദ്ധി അങ്ങക്കൊക്കെ അങ്ങനെ ക്ലിയർ ആയി പറഞ്ഞു. ഈ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ വിശദീകരിച്ചത് അതേനി. എന്തെങ്ങനത്തെ നിങ്ങളെ തലന്റെ ഉള്ളിലൊന്നും ഒന്നുമില്ലേ? എന്ന് പറഞ്ഞ കാലത്തൊക്കെ പോണേ. ഇസ്മ എന്ന് പറഞ്ഞ പേരുകൾ എന്നാണ് അർത്ഥം. അത് മനുഷ്യന്റെ പേരാകാം, ജീവികളുടെ പേരാകാം, നിർജീവികളുടെ പേരാകാം, ഏതും ആകാം. പേര് എന്ന് പറയുന്ന എന്തൊക്കെ സാധനം ഉണ്ടോ അതൊക്കെ ആ. അപ്പൊ പേര് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ കാലത്ത് സൂചിപ്പിക്കാൻ.
ആ ഫീൽ എന്ന് പറയുമ്പോ അതിൽ ഏതുണ്ടാകും? കാലം. കാലത്തിലേക്ക് നോക്കിയിട്ടാണ് ഇതിനെ വേറിരിക്കുന്നത്. ഫീല് എങ്ങനെയാണ് വേറിരിക്കുക? മാതി മുതാരി. കഴിഞ്ഞ കാലാണെങ്കിൽ എന്താ പറയാ? മാതി. മാതി. വരും കാലത്തിനുള്ള എന്താ പറയാ? അത് അംബർ പറയുന്നത് ഇസ്മ് കിതാബുൻ ഖലമുൻ താലിബുൻ റജുലുൻ മുദർരിസുൻ. ഇതൊക്കെ ഇസ്മാ. കിതാബ് നിർജീവിയാണ്, കലമ് നിർജീവിയാണ്, താലിബ് ജീവിയാണ്, റജുല് പിന്നെ ജീവിയാണ്, മുദർരിസു ജീവിയാണ്. അപ്പൊ ഇസ്മ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ പേര് എന്നതിന് അർത്ഥമുള്ളൂ. ആ പേര് ഏതൊക്കെ ആകാം? ജീവികളുടെയോ നിർജീവികളുടെ പേരാകാം. എല്ലാം പേര് എന്ന് എന്തിനൊക്കെ പറയും? കല്ല്, മുള്ള്, ഇതൊക്കെ ഇസ്മ. പോത്ത്, മൂരി, നായി, പട്ടി, ഇതൊക്കെ ഇസ്മ. ഇതൊക്കെ ഇസ്മിന്റെ നിർവചനത്തിൽപ്പെട്ടു. പിന്നെ വൽ ഫീലു, ഫീല് എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, സജദ സുജൂദ് ചെയ്തു, വയജ്ലിസു ഇരിക്കും, യഗ്സിലു കഴുകും, ഉക്തുബ് എഴുത്, ഇഖ്റാ വായിക്ക്. അതിൽ എന്തൊക്കെ ഫീലുകൾ വന്നുപ്പോ? ഏതാ ഈ പറഞ്ഞതിലുള്ള? പിന്നേതാ? സജദ സുജൂദ് ചെയ്തു. ഏതാ മുദാരി? പിന്നെ അപ്പൊ ഫീല് എന്ന് പറഞ്ഞാൽ എന്താ? കാലത്തിന്റെ മേൽ അറിയിക്കണീനാണ് ഫീല് അറിയാം. ആ കാലം മാതി, പിന്നെ കഴിഞ്ഞു പോയിക്കണമെങ്കിൽ മാതി, വരുന്നതാണെങ്കിലും മുദാരി, ഓർഡർ ആണെങ്കിലോ അമ്ര. പിന്നെ ഹർഫിന്റെ നിർവചനം എന്താ ഞാൻ പറഞ്ഞില്ലേ? ഹർഫ് പറഞ്ഞത് സ്വന്തമായി അർത്ഥമില്ലാത്തതും മറ്റൊന്നിനോട് കൂടിയ അർത്ഥം ഉണ്ടാകുന്നതും. അതാണ് ഹർഫ്. സ്വന്തം മൂപ്പർക്ക് എന്തുണ്ടാവൂല? അർത്ഥം കിട്ടണമെങ്കിൽ എന്താക്കണം? മറ്റൊന്നിന്റെ കൂടെ കൂടണം. അതാ വൽ ഹർഫു. ഹർഫ് എന്ന് പറഞ്ഞാൽ നഹ്വു അതിന്റെ ഉദാഹരണം ഫി, ഇല, മിൻ, നഅം, ലാ, ലൻ, ലം, വസീൻ, കമാ ഫി സആകുലു. സആകുലു എന്നതിലുള്ള സീന് പോലെ. അത് ഏതന്നെയാണ്? ഇസ്മന്നെ. അല്ല, അത് ഹർഫാണ്, ഇസ്മല്ല. പിന്നെ ഹർഫാണ്. ഏതൊക്കെയാണ്? ഹർഫാണ്, ഇല ഹർഫാണ്, മിൻ ഹർഫാണ്, നഅം ഹർഫാണ്, ലാ ഹർഫാണ്, ലൻ ഹർഫാണ്, ലം ഹർഫാണ്, വസീനി. ഏത് ഹർഫാണ്? സീന്. ഏതിലുള്ള സീന്? കമാഫി സഅകുലു, ഞാൻ പിന്നീട് തിന്നും. അപ്പൊ അതിലുള്ള സീ ഉണ്ടല്ലോ, ആ സാ എന്തിനാ? ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാം. ഫ്യൂച്ചർ. ആക്കുലു എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. എന്താ രണ്ടർത്ഥം? തിന്നുന്നു, തിന്നു. പിന്നെ തിന്നു പറഞ്ഞാൽ ഉറപ്പായി. എന്താ? ഫ്യൂച്ചർ മാത്രം. എന്താക്കണില്ല? ഇപ്പൊ തിന്നണില്ല. പിന്നെ അപ്പൊ അൽ മുദരിസ് അധ്യാപകൻ പറയാ, അഹ്സൻത യാ അംർ, അംറേ ചെയ്തു. അഹ്സൻത്, അഹ്സന നല്ലത് ചെയ്തു. അഹ്സൻത എന്താ അർത്ഥം? നീ നല്ലത് ചെയ്തു. അഹ്സന്തനാൻ സർവാക്കുമ്പോ അഹ്സന്ത, അതിന്റെ അപ്പുറമുള്ളത് ഏതേക്കാരാം? അഹ്സന്ത
അഹ്സൻതുമാ ആ أحسنتما أحسنتم ആ أحسنتم أحسنتم أحسنتن أحسنت അഹ്സൻതി അഹ്സൻതുമാ أحسنتن ആ أحسنت അഹ്സൻതു അഹ്സൻതു ആ أحسنا أحسنتما ഇസ്തരീഹു, നിങ്ങൾ റാഹത്തെടുക്കൂ, ഖലീലൻ, കുറച്ച് സമയം, കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളി. നബ്ദഉ, നമ്മൾ തുടങ്ങും, അദ്ദർസൽ ജദീദ, പുതിയ പാഠം നമ്മൾ തുടങ്ങും, ഫിൽ ഹിസ്സത്തിൽ ഖാദിമ, അടുത്ത പീരീഡില്. ഹിസ്സാന പീരീഡ്, അടുത്ത പീരീഡിൽ നമുക്ക് പുതിയ ക്ലാസ് തുടങ്ങാം. ഇസ്തരീഹു, നിങ്ങൾ എന്തെടുക്കൂ, റാഹത്തെടുക്കൂ, റെസ്റ്റ് എടുക്കൂ. മാലിയ മുദാരിയ അംറ, അമ്ര അമ്ര അതിന്റെ ഫീല് ഇസ്തറാഹ. എന്താ ഇസ്തറാഹ പറഞ്ഞ? റെസ്റ്റ് എടുത്തു. മുദാരി എങ്ങനെ വരിക? يستروا യസ്തരീഹു ഇസ്തറാഹ യസ്തരീഹു, ഇസ്തറാഹ യസ്തരീഹു റാഹത്തെടുക്കും. അതിന്റെ കൽപ്പനക്രിയയാണ് ഏത്? യസ്തരീഹു ഇസ്തരി. അതെന്താക്കുള്ള അമ്ര? ഇസ്തരിഹ എന്ന് പറയുമ്പോ എത്രാക്കുള്ള അമ്ര? കൂടുതൽ ഇസ്തരിഹ്. ഇവിടെ ഇപ്പൊ ഇസ്തരീഹു എന്നുള്ളത്. ഇസ്തരിഹ എന്ന് പറയുന്നത് എത്രാക്കുള്ള അമ്ര? ഒരാൾക്ക് ഒരാൾക്ക് ആ ഇസ്തരിഹ എന്നുള്ള ബഹുവചനാണ് ഏത്? استريحا ഇസ്തരീഹു, നിങ്ങൾ എന്തെടുക്കൂ, റെസ്റ്റ് എടുക്കൂ. ഇളിരിബി, നീ അടിക്ക്, ഇളിരിബു നിങ്ങൾ അടിക്കൂ. അതേപോലെ ഇസ്തരിഹ്, നീ റെസ്റ്റ് എടുക്കൂ. ഇസ്തരീഹു എന്താക്കൂ? നിങ്ങൾ റെസ്റ്റ് ഒരുപാട് പേര് എടുക്കൂ. ഖലീലൻ, കുറച്ച് ആ കുറച്ച് കുറച്ച് സമയം കുറച്ച് സമയങ്ങൾ റെസ്റ്റ് എടുത്തോളി. ഇസ്തരീഹു എന്ന് പറയുമ്പോ എന്തൊക്കെയുണ്ട്? ഫീല് ഫൈൽ فعل فاعل ആരാണ് അതിലുള്ള ഫായില്? തും ആ പറഞ്ഞ ആരാണ്? അന്തും അന്തും. ഖലീലൻ, കുറച്ച് സമയം. അതാണ് ഏത്? മഫ്ഊൽ ബിഹി مفعول ലർഫുവാണ്, മഫ്ഊൽ ബിഹി ആണ്. അല്ല മഫ്ഊൽ അല്ല. അവിടെ ശരിക്കേ വഖ്തൻ ഖലീല എന്നുണ്ട്. എന്താ അർത്ഥം? ഇസ്തരീഹ് പറഞ്ഞ എന്താ അർത്ഥം? വഖ്തൻ ഖലീലൻ എന്താ അർത്ഥം? കുറച്ച് സമയം സമയം. അപ്പൊ അവിടെ വക്ത് എന്നുള്ളതിന് എന്ത് ചെയ്തിക്കണേ? കളഞ്ഞിക്കണേ. ആ വക്ത് എന്നുള്ളതാണ് ശരിക്കും മഫ്ഊൽ ബിഹി. ആ കളയപ്പെട്ട മഫ്ഊൽ ബിഹിക്കുള്ള നഅത്താണ് ഏത്? ഖലീലൻ. എങ്ങനെയുള്ളത്? ഇസ്തരീഹു, നിങ്ങൾ റെസ്റ്റ് എടുക്കൂ, വഖ്തൻ ഖലീലൻ. എന്നിട്ട് ഇതിനെ കളഞ്ഞോ? وقتنا ആ കളയപ്പെട്ട വക്തിന്റെ നഅത്താണ് ഏത്? ഖലീലൻ قليلا പിന്നെ നബ്ദഉ, നാം ആരംഭിക്കും. എന്തൊക്കെയുണ്ട്? فعل فاعل ഏതാണ് അതിന്റെ മാലി? നബ്ദഉവിന്റെ മാലി ഏതാ? ബദ മുളാരി. يبدأ യബ്ദഉ, തബ്ദഉ, അബ്ദഉ, പിന്നെ يبدأ നബ്ദഉ. ആ ഫീല് ഫായില്. നമ്മൾ തുടങ്ങും. എന്തിനെ? അദ്ദർസ, പാഠത്തെ. അതാണ് ഏത്? മഫ്ഊൽ ബിഹി മഫ്ഊലും ബിഹി. എങ്ങനത്തെ പാഠം? അൽ ജദീദ, പുതിയ. എന്താ? നേരത്തെ ഫിൽ ഹിസ്സത്തിൽ ഖാദിമത്തി, അടുത്ത ഏതിലെ? പീരീഡില്. അടുത്ത അവറിൽ അടുത്ത പീരീഡ്. ഇസ്സാന്റെ പീരീഡ് എന്നാ. നമ്മൾ രണ്ടാം പീരീഡ്, മൂന്നാം പീരീഡ് അറിയുന്നില്ലേ? അറബിയിൽ പീരീഡ് ഹിസ്സ, പീരീഡ്. ആ ഫിൽ ഹിസ്സത്തിൽ ഖാദിമ, അടുത്ത പീരീഡില്. ഫി അർഫ അൽ ഹിസ്സത്തി
മജ്റൂറ് മജ്റൂർ. അൽ ഖാദിമത്തി നഅത്ത്. ആ അറജൽ മുദീറു. ആര് മടങ്ങി വന്നോ? മുദീർ മുദീർ മടങ്ങി വന്നോ? ഈ മക്കത്ത എവിടുന്ന്? മക്കയിന്ന്. യാ ഉസ്താദു, ഉസ്താദെ നമ്മളെ മുദീർ ഡയറക്ടർ മക്കയിൽ നിന്ന് മടങ്ങി വന്നോ? അറജഅൽ മുദീറു. ഹംസ ഇസ്തിഫാം. ആണ്. ഫായില്. മിന്നർഫെ മക്കത്ത മജ്റൂറുംബിൽ ഫത്ഹത്തി സഹത്തി. ലഹു. മുൻസരിഫ് എന്തൊക്കെ രണ്ടില്ലത്തേതാ? അലമു ഉജ്മ അലമ് ഉജ്മയല്ല, മുഅന്നസ്. മുഅന്നസ് ആ കണ്ടില്ലേ? അലമ് മുഅന്നസ്. അൽ മുദരിസു. അപ്പൊ അധ്യാപകൻ എന്ന് പറയാ ലമ്മ എന്ന് പറഞ്ഞാൽ ലമ്മ യർജിഉ എന്നാണ് അർത്ഥം. ലമ്മ യർജീനെ പറഞ്ഞിട്ടില്ല അവിടെ. ലമ്മ യർജി അർത്ഥം അദ്ദേഹം ഇതുവരെ മടങ്ങി വന്നിട്ട് ഇല്ല. മറന്നോ? ലമ്മിന്റെ അതേ അർത്ഥാണ് ആർക്കുണ്ടാകുക? ലമ്മ. അപ്പൊ ലമ്മ യർജി അർത്ഥം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. മടങ്ങി എന്ത് ചെയ്തിട്ടില്ല? മടങ്ങി വന്നിട്ടില്ല. സയർജിഉ. അയാൾ പിന്നീട് മടങ്ങി വരും. ബഅദ യൗമൈനി. എപ്പോ? 2 ദിവസത്തിന് ശേഷം. ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ 2 ദിവസത്തിന് ശേഷം മടങ്ങി വരും. സയർജിഉ സഹർഫെ ഇസ്തിഖ്ബാൽ. യർജിഉ എന്തൊക്കെയുണ്ട്? അയാൾ മടങ്ങി വരും. എന്തൊക്കെയുണ്ട്? ബഅദ യൗമൈനി. ബഅദ യൗമൈനി ഇലൈഹി മജ്റൂറും ബിൽ മുസന്ന. ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ. അല്ലാഹു ഫായില്. ബഅദ 5 ദഖായിഖ. 5 മിനിറ്റിന് ശേഷം. 5 മിനിറ്റിന് ശേഷം. മിനിറ്റുകൾക്ക് ശേഷം. ബഅദ ഹംസി പ്ലസ് ദഖായിഖ മജ്റൂറും ബിൽ ലിഅന്നഹു ഗൈറ മുൻസരിഫ്. എന്താണ് റഈസൻ? ദഖീഖത്തിന്റെ ദഖീഖത്ത് പണ്ണ മഅദൂദ് പണ്ണാവുമ്പോ അതത് എന്താകണം? 5 മിനിറ്റിന് ശേഷം. അൽ മുദരിസു അധ്യാപകൻ പറഞ്ഞു ശരി. അനബ്ദഉ നമ്മൾ തുടങ്ങല്ലേ. അദ്ദർസൽ ജദീദ. ഏതിനെ? പുതിയ പാഠം നമ്മൾ തുടങ്ങല്ലേ. അപ്പോ അത്തുല്ലാബു വിദ്യാർത്ഥികൾ പറയാ മഹിലൻ. ഉസ്താദെ നിക്കി. മഹിലൻ തന്നെ എന്താ അർത്ഥം? ഉസ്താദെ എന്താക്കി? നിക്കി. എന്താ ഉസ്താദെ? തുടങ്ങാം. തുടങ്ങാൻ വരട്ടെ. അതാ മഹിലൻ. ഉസ്താദെ കുറച്ചു നേരം നിക്കി. യാ ഉസ്താദെ ലമ്മാ നക്തുബ്. ഞങ്ങൾ എഴുതിയിട്ടില്ല. എന്താ?
ലമ്മ നക്തുബ് എന്താ അർത്ഥം? ഞങ്ങൾ എഴുതിയിട്ടില്ല. എഴുതിയിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥം എന്താ? മാൻ എഴുതിയിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥം ഏതാ? ലമ്മ. ലമ്മ. ഇപ്പൊ പറഞ്ഞ നാവിട്ട് എടുത്തിട്ടില്ല. ലമ്മ എന്നുള്ളത് എന്താണ്? അത് എന്തിന് ജസ്മ ചെയ്യണ ഫീല? ലമ്മ നക്തുബ് ഞങ്ങൾ ഇതുവരെ എഴുതിയിട്ടില്ല. ലമ്മർഫ് ജസ്മിൻ എഴുതിയിട്ടില്ല. മാലിയാണ്. മുലാരിനെ എന്തിലേക്ക് മറിക്കും? മാലിയിലേക്ക് മറിക്കും. ലമ്മ ഹർഫ് ജാസിം, പിന്നെ വനഫിയിൻ, പിന്നെ ലമ്മ നക്തുബ്. അപ്പൊ ലമ്മ ഹർഫ് ജാസിം, നക്തുബ് ഫിഇലുൻ മുലാരി സുകൂൻ ഫായിൽ. ആരാ ഫായില്? ലമ്മാ നക്തുബ് ഞങ്ങൾ ഇതുവരെ എഴുതിയിട്ടില്ല. മാ ഒന്നിനെ. എങ്ങനത്തെ ഒന്ന്? കത്തബുത്ത ആ ഒന്നിനെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അല സബൂറത്തി എഴുതിയിരിക്കണേ ബോർഡില്. നിങ്ങൾ ബോർഡും എഴുതിയത് ഞങ്ങൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? എഴുതിയിട്ടില്ല. അത് തുടങ്ങിയാ മതി. ഏത്? പുതിയ പാഠം. അതായത് മഹിളൻ ഉസ്താദെ നിക്കി ഉസ്താദെ ലമ്മാ നക്തുബ് ഞങ്ങൾ എഴുതിയിട്ടില്ല. മാ ഒന്നിനെ. ആ മാന്റെ തർക്കീബ് എന്തേക്കാരം? നക്തുബ് ഞങ്ങൾ എഴുതിയിട്ടില്ല. എന്തൊക്കെയുണ്ട്? അല സബൂറത്തി ഓക്കെ നോക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ആ ഫീ